ഹായ് ഹലോ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൗമ്യ. ഞാൻ ഇന്ന് ഒരു ലോങ് ഗ്ലൗസ് ആണ്, പ്രിൻസസ് കട്ട് മോഡല് ഒരു ലോങ് ഗ്ലൗസ് 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇന്ന് വെട്ടുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ലൈനിങ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 4ആയി മടക്കിയ ശേഷം ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ ഞാൻ കഴുത്തധികം ഇറക്കാത്തതുകൊണ്ട് ഷോൾഡർ ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആം ഹോള് അടയാളപ്പെടുത്തുക. ചെറിയ 13 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 6 ഇഞ്ചൊക്കെ മതിയാകും. അത് അടയാളപ്പെടുത്തുക. അറ്റത്തുനിന്നും അത് 2 ലൈനും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 എടുത്ത് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി ആണ് മേലത്തെ വണ്ണം കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം മുകളിൽ നിന്നും കറക്റ്റാണോ എന്ന് നോക്കി ആ ലൈൻ യോജിപ്പിക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് ഷേപ്പിൻ്റെ അവിടെ ഒരു 13.5 ഇഞ്ച് എടുക്കുക. 13.5 ഇഞ്ച് മതിയാവും കുട്ടികളുടെ. പിന്നെ അതിനുശേഷം ബ്ലൗസിന് എന്തോരം ഇറക്കാൻ വേണ്ടതെന്ന് വെച്ച് അതിൻ്റെ കൂടെ പ്ലസ് നമ്മളൊരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി, ഞാൻ 17 ഇഞ്ച് മതി, ഞാൻ ഒരു 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് 17.5 ഇഞ്ച് ഇറക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് 19 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം മേളിലേക്ക് 1 ഇഞ്ചും കൂടെ ഷേപ്പ് ഒന്ന് വളച്ച് കൊടുക്കുക. അങ്ങനെ വരച്ച് എടുക്കുക. അതിന് ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം, അതും 4/1 ഷേപ്പ് പ്ലസ് 2 ഇഞ്ച് അത് അടയാളപ്പെടുത്തി സൈഡ് കറക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ തയ്യത്തുമ്പ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ വരച്ചിട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും കുറച്ച് ഒരു കൂടുതൽ, നമ്മൾ 2 ഇഞ്ച് എടുത്താൽ ഞാൻ കുറച്ചൊക്കെ കൂട്ടിയെടുക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അവിടെ 1 ഇഞ്ചൊന്ന് ആ മൂല ഭാഗത്തുനിന്ന് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഷേപ്പ് വരുന്നത്, നമ്മുടെ കൈക്കുഴി ആം ഹോളിൻ്റെ അവിടുത്തെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഞാനിപ്പോൾ വെട്ടുന്നില്ല. കഴുത്ത് ഞാൻ സ്റ്റിഫ് തയ്ക്കാറാകുമ്പോഴാണ് സ്റ്റിഫ് വെച്ചാണ് വെട്ടുന്നത്. നമ്മൾ ഇനി പ്രിൻസസ് കട്ട് വെട്ടാനായിട്ട് 4.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തി ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ 4.5 ഇഞ്ച് വെച്ചേക്കുന്നത് കൂട്ടി ഷേപ്പ് വരച്ചെടുക്കുക. അതാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ വെട്ട് വരുന്നത്. ഞാനത് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ തെളിച്ച് വരയ്ക്കുന്നത്. കഴുത്ത് ഏകദേശം എന്തോരം വേണം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴുത്ത് ഇപ്പോൾ വെട്ടുന്നില്ല. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ അതെല്ലാം താഴത്തെല്ലാം ഒരുമിച്ച് വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പീസ് ഞാൻ രണ്ടും ഒരുമിച്ചിട്ടേക്കുന്നുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ സൈഡിൽ നിന്ന് മാത്രമേ വെട്ടിയെടുക്കുന്നുള്ളൂ. ഇനി അത് മാറ്റിയിട്ട് വേണം, ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് വേണം നമുക്കത് ഫ്രണ്ട് പീസ് എടുക്കാനായിട്ട്. ഞാൻ പ്രിൻസസ് ആണെന്ന് ഓർക്കാതെ രണ്ടും ഒപ്പം ഒരുമിച്ചിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെട്ടി മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാനായിട്ട്. ബാക്ക് പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ മേളിൽ ഞാൻ 2 വര എക്സ്ട്രാ വരച്ചിരിക്കുന്നത് ഒരു പോയിൻ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാനായിട്ടാണ് കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ ഫ്രണ്ട് പീസ് നമ്മൾ ഒന്ന് കയറ്റി കൊടുക്കണം. ഫ്രണ്ട് പീസ് കയറ്റി വെട്ടണമെന്ന് പറയുന്ന കൈക്കുഴിയുടെ അവിടെ നമ്മൾ ഇത്തിരി ഒന്ന് വളവ് ഭാഗം കുറച്ച് ബാക്ക് പീസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈക്ക് നല്ല കറക്റ്റായിട്ട് കൈക്കുഴിയോടെ കിട്ടത്തുള്ളൂ. നമുക്കത് വെട്ടിയെടുക്കാം. ഇത് അവിടെ ഒരു പോയിൻ്റ് നമ്മൾ ടക്കിൻ്റെ അവിടുത്തെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ ആംഹോളിൻ്റെ അവിടെ നമ്മൾ ടക്ക് ഇടുന്നുണ്ട് ബ്ലൗസിന്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ്. ഓക്കെ, ഇനി നമ്മൾ തുണിയിൽ വെച്ച് ഈ ലൈനിങ് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം.
എനിക്ക് ഒരു സമയത്തും കറക്റ്റ് ലൈനിങ് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വെട്ടിയത് കൊണ്ട് ഞാൻ ലൈനിങ് ശ്രദ്ധിക്കാത്തതാണ് കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ലൈനിങ് നോക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ലൈനിങ് എടുക്കാറ്. കിട്ടിയ ലൈനിങ് വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രണ്ടും പീസും ബാക്ക് പീസും വെടിയിച്ചിട്ടിട്ടാണ്. ഇനി അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത്തിരി ഒന്ന് കയറ്റി വെട്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ലൈനിങ് പീസ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല പീസ് എപ്പോഴും നമ്മൾ കുറച്ചൊന്ന്, കാരണം എവിടേക്ക് അങ്ങോട്ട് ഒന്ന് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ പാടായിരിക്കും. തയ്ക്കുമ്പോൾ ഞാനങ്ങനെ തയ്ച്ച് പഠിച്ച് ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ഞാൻ വെട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ കുറച്ചൊന്ന് ഇതാക്കി കറക്റ്റിന് വെട്ടി തയ്ക്കാൻ എളുപ്പമായിരിക്കും വെട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ചിലപ്പോൾ എങ്ങനെ ഇത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തയ്യത്തുമ്പൊക്കെ നമുക്കിപ്പോൾ നല്ല പീസ് ഇത്തിരി കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ലൈനിങ് കറക്റ്റ് ആവണമെന്നില്ല. ഇത്തിരി തയ്യത്തുമ്പിലേക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴും നല്ലത് അങ്ങനെയാണ്. കുറച്ച് ഒരു 2-3 പോയിൻ്റ് ഒന്ന് കയറ്റിയിട്ട് വെട്ടുക. നമ്മൾ ഈ സൈഡിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കൈ വെട്ടാനുള്ള പീസാണ് കേട്ടോ, സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇനി അത് കറക്റ്റ് ചെയ്ത് അതെല്ലാം വെട്ടി മാറ്റി വെച്ച് നമുക്കിനി കൈ, ഞാൻ ഫുൾ പഫായിട്ടുള്ള ചെറിയ കൈയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഫുൾ പഫായിട്ടുള്ള കൈയാണ് ഞാൻ തയ്ക്കാനായിട്ട് വെട്ടിയെടുക്കുന്നത്. നമ്മൾ കൈയുടെ ഇറക്കം എടുത്ത് കൈവണ്ണത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പഫ് ഇട്ടിട്ട് ബാക്കി നമ്മൾ കൈവണ്ണം എവിടെ വരുന്നോ അവിടെ നമുക്ക് മേളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ പിന്നെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ നമ്മൾ തയ്യത്തുമ്പിനുള്ളതും കൂടെ വയ്ക്കും. തയ്യത്തുമ്പിൻ്റെ അതായത് നമ്മൾ അറ്റത്തായിട്ട് വണ്ണത്തിൻ്റെ അവിടെ ഒരു 3.5 ഇഞ്ച് മേളിൽ നിന്ന് അടയാളപ്പെടുത്തുക. തയ്യൽ തുമ്പിൻ്റെ അവിടെ നമ്മളൊരു 4 ഇഞ്ച് മേളിൽ നിന്ന് അടയാളപ്പെടുത്തി നമ്മൾ കൈ ഷേപ്പ് നന്നായിരിക്കും വരച്ചെടുക്കുക. തയ്യൽ തുമ്പിൻ്റെ ഉള്ളതാണ് ഞാനിപ്പോൾ കൂട്ടി വരയ്ക്കുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കുക. മേളിലും താഴെയും ഞാൻ പഫിട്ട് തയ്ക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും വണ്ണത്തിലെടുക്കുന്നത്. ഇനി അതൊന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ പ്രിൻസസ് കട്ട് മോഡൽ ലോങ് ബ്ലൗസാണ് ഇപ്പോൾ തയ്ച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.